ഒരു മൈക്രോ കോളനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൈക്രോ കോളനി എപ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ പെട്ടിയിലേക്ക് മാറ്റേണ്ടത്? അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. മൈക്രോ കോളനി സംവിധാനം നമ്മൾ ചെയ്യുന്നത് വൻതേനീച്ചയിലും ചെറുതേനീച്ചയിലും ചെയ്യും. ഈ വീഡിയോ ചെറുതേനീച്ച ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെറുതേനീച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മൈക്രോ കോളനി നമ്മൾ തേനിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്. കുറഞ്ഞ എണ്ണം ഈച്ചയും മുട്ടയും സാധാരണ തടിപ്പെട്ടിയിൽ വെച്ചാൽ അവയ്ക്ക് പെട്ടിക്കുള്ളിലെ ചൂട് ക്രമീകരിക്കുന്നതിനും പെട്ടിക്കുള്ളിൽ മെഴുക് പൂശുന്നതിനും മെഴുക് ശേഖരിക്കുന്നതിനുമുള്ള വേലക്കാരി ഈച്ചകളുടെ കുറവ് മൂലം ആ കൂട്ടിൽ വെച്ചു കൊടുത്ത മുട്ടകൾ വിരിയാതെ പോകുന്നതിനും വിരിഞ്ഞവയ്ക്ക് തന്നെ ആഹാരത്തിന് മാർഗമില്ലാതെ ആ കോളനി നശിക്കുന്നതിനും കാരണമാകും. ചെറുതേനീച്ച കൂട്ടിൽ മുട്ടകൾ വിരിയുന്നത് ഈച്ചകൾ അടയിരുന്നിട്ടല്ല, മറ്റ് ഈച്ചകൾ പെട്ടിക്കുള്ളിൽ നിലനിർത്തുന്ന ചൂട് ഉപയോഗപ്പെടുത്തിയാണ് വിരിയുന്നത്. ആവശ്യമായ ചൂട് നിലനിർത്താൻ ഒരു നിശ്ചിത എണ്ണം തേനീച്ചകൾ പെട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഓരോ പെട്ടിയിലും ആവശ്യമാണ്. കുറഞ്ഞ അളവിൽ ഈച്ചയേ ഉള്ളൂ എങ്കിൽ അവയ്ക്ക് ചൂട് നിലനിർത്താൻ കഴിയാതെ പോവുകയും മുട്ടകൾ വിരിയാതാവുകയും പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കോളനി നശിക്കുന്നതിനും ഇടയാകും. അതുകൊണ്ട് നമ്മൾ പുതിയൊരു കോളനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുട്ടയും കുറച്ച് ഈച്ചയും മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ മൈക്രോ കോളനി ആയിട്ടാണ് അത് വളർത്തി അല്പം വലുതാക്കിയതിന് ശേഷമാണ് നമ്മൾ പുതിയ കൂട്ടിലേക്ക് മാറ്റുന്നത്. ഇതിനായിട്ട് തയ്യാറാക്കുന്ന ചെറിയ പെട്ടികളും കൂടുകളുമാണ് മൈക്രോ കോളനി കൂട് എന്നറിയപ്പെടുന്നത്. ചെറിയ തടിപ്പെട്ടികൾ, മൺകുടുക്ക നെടുകെ പിളർന്നത്, ചെറിയ മുളംകുറ്റി പിളർന്നത് എന്നിവയൊക്കെ ഇതിനായി ഉപയോഗിക്കാം. വലിപ്പം കൂടിയ തേങ്ങയുടെ ചിരട്ട 2 മുറികൾ യോജിപ്പിച്ച് വെച്ചുണ്ടാക്കുന്ന താൽക്കാലിക കൂടുകൾ ചെലവില്ലാത്തതും കൈകാര്യം ചെയ്യാൻ എളുപ്പവും തുറക്കാനും കൂടെ പുതിയ പെട്ടിയിലേക്ക് മാറ്റുന്നതിനും എളുപ്പമായതിനാൽ അതാണ് മൈക്രോ കോളനിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് അത്തരം ഒരു മൈക്രോ കോളനിയാണ്. ഇത് റബ്ബർ പാൽ ശേഖരിക്കുന്നതിനുള്ള വലിയ ചിരട്ടയാണ്. റബ്ബർ പാൽ ശേഖരിക്കാൻ 1/2 ലിറ്ററിന്റെ ചിരട്ടയും 1 ലിറ്ററിന്റെ ചിരട്ടയുണ്ട്. ഇത് വലിയ ചിരട്ടയാണ്. ഇത്തരം പ്ലാസ്റ്റിക് ചിരട്ട തേനീച്ചകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമല്ല. കാരണം അവയ്ക്കുള്ളിൽ അന്തരീക്ഷത്തിനേക്കാളും ചൂട് കൂടുതലായിരിക്കും. കാരണം ഇവയുടെ നിറം കറുപ്പായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ചൂട് വലിച്ചെടുക്കും. അപ്പൊ അതിനുള്ളിൽ ഒരു പുഴുങ്ങലായിരിക്കും. ഇത് തേനീച്ചക്കൂട്ടിനുള്ളിലുള്ള മെഴുക് ഉരുകുന്നതിന് കാരണമാവുകയും മെഴുക് ഉരുകിയാൽ ഉറപ്പാണ് ആ കോളനി നശിച്ചു പോകും. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ല തണലുള്ള സ്ഥലത്താണ് തൂക്കിയിരിക്കുന്നത്. ഈ വീടിന് മുകളിൽ ആസ്പെറ്റോ ഷീറ്റ് ആണെങ്കിലും ഈ വീട്ടിലേക്ക് വെയിലടിക്കുകയില്ല. കാരണം ഇതിന് ചുറ്റും മരങ്ങളാണ്. നല്ല കൂളിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാനിത് പൊതിഞ്ഞു കെട്ടാതെ പോലും വെറുതെ ഇങ്ങനെ തൂക്കിയിരിക്കുന്നത്. ഒട്ടും ചൂടില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇതിങ്ങനെ വളർന്ന് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പണ്ടേ നശിച്ചു പോയേനെ. ഇത്തരം പ്ലാസ്റ്റിക് ചിരട്ട ആരും വെക്കരുത്. ഞാനിതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് വെച്ച് പോയത്. ശരിക്കും ഈ മൈക്രോ കോളനി ആദ്യം ഞാൻ വെച്ചത് ഒരു ചിരട്ടയിലായിരുന്നു. വലിയ 2 ചിരട്ട ചേർത്ത് വെച്ച് അതിനുള്ളിൽ അല്പം ഈച്ചയും കുറച്ച് മുട്ടയും ഒക്കെ ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മൈക്രോ കോളനി ഉണ്ടാക്കിയത്. 1 വർഷത്തെ വളർച്ചയ്ക്ക് ശേഷം ഈ കൂട് തടിപ്പെട്ടിയിലേക്ക് മാറ്റുന്നതിനായിട്ട് ഞാൻ ആ ചിരട്ട കൂട് തുറന്നു. അപ്പോഴാണ് അതിനുള്ളിൽ ഭൂരിഭാഗ സ്ഥലത്തും തേനും പൂമ്പടിയും ശേഖരിച്ചിരിക്കുകയാണ്. അടിയിലത്തെ ചിരട്ടയിൽ മൊത്തം എന്ന് പറഞ്ഞ പോലെ ഒരു പകുതി ഭാഗത്തും തേനും പൂമ്പടിയായിരുന്നു. മുട്ടകൾ വളരെ കുറവായിരുന്നു. ഈച്ചകൾ വിചാരിച്ചത്ര എണ്ണം ഉണ്ടായിരുന്നില്ല. റാണിയും കുറച്ച് മുട്ടകളും കുറച്ച് ഈച്ചകളുമുള്ള ആ കോളനിയെ പുതിയ തടിപ്പെട്ടിയിലേക്ക് മാറ്റിയാൽ അത് വിജയിക്കില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ ചിരട്ട അങ്ങനെ തന്നെ വെച്ചാൽ അത് വളർന്ന് വികസിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് മുട്ടയിടാൻ സ്ഥലമില്ല. അതിനുള്ളിൽ അവർ മെഴുകും പൂമ്പൊടിയും ധാരാളമായി നിറച്ചിരിക്കുകയാണ്. എൻ്റെ ഈ ഏരിയയിൽ നിറയെ പൂച്ചെടികളും മറ്റ് ചെടികളും തേനിനും സാധ്യതയുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടിയപ്പോൾ അവരത് കണ്ടമാനം ശേഖരിച്ച് ഇതിനകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് മുട്ടയിടാൻ സ്ഥലം ഇല്ലാതായി പോയത്. ആ ചിരട്ട ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചാൽ അവർ വീണ്ടും അതിൽ തേൻ ശേഖരിക്കുകയും റാണിക്ക് മുട്ടയിടാനുള്ള സ്ഥലം കുറഞ്ഞ് അവസാനം ആ കോളനി നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ പകുതി ചിരട്ടയിലും മുട്ടയുണ്ട്, റാണിയും അതിനകത്താണ്. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്ന ഒരു ചിരട്ട വെച്ചാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചിരട്ട തേടി പുറപ്പെട്ട് ഞാൻ കുറച്ച് നോക്കിയിട്ടൊന്നും എനിക്ക് ചിരട്ട കിട്ടിയില്ല. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒത്തിരി സമയം ഈ കൂടും തുറന്നു വെച്ചിട്ട് നമ്മൾ അന്വേഷണം നടക്കുന്നതിലും നല്ലത് തൽക്കാലം റബ്ബർ ചിരട്ട വാങ്ങിച്ച് തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു റബ്ബർ ചിരട്ട തൽക്കാലത്തേക്ക് എടുത്ത് അതിലേക്ക് ഈ പകുതി ചിരട്ട ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ റബ്ബർ ചിരട്ട വെക്കാനുണ്ടായ ഒരു സാഹചര്യം. ഈ മൈക്രോ കോളനി എന്ന് പറയുന്നത് ഒരു താൽക്കാലിക കൂട് മാത്രമാണ്. അതായത് ഇതിൽ നമുക്ക് തേൻ ഉൽപാദനം കിട്ടുകയില്ല. തേനീച്ചയെ വർദ്ധിപ്പിക്കുക, പുതിയൊരു കോളനി സൃഷ്ടിക്കുക, അതിനൊരു ഇടവേള മാത്രമാണ് നമ്മൾ ഈ മൈക്രോ കോളനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുക്തമായ സമയത്ത് യഥാർത്ഥ തടിപ്പെട്ടിയിലേക്കോ മറ്റു കൂട്ടിലേക്കോ ഇവയെ മാറ്റണം.
അങ്ങനെ മാറ്റാൻ ആവശ്യമായ വളർച്ച മൈക്രോ നേടിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ? എനിക്ക് പല അബദ്ധം പറ്റി. ഞാനിങ്ങനെ ചിരട്ടക്കൂടുകൾ തുറന്നു പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ചിരട്ടക്കൂട് തുറക്കുമ്പോഴാണ് ചിരട്ടക്കൂട്ടിൽ വളർച്ചയില്ലാന്ന് മനസ്സിലായി. വീണ്ടും അടച്ചു വെക്കേണ്ട വന്നിട്ടുണ്ട്, ചിലത് ഇങ്ങനെ മാറ്റേണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളുടെ കയ്യിലൊരു മൈക്രോ കോളനി ഉണ്ട്. ഈ മൈക്രോ കോളനി നമുക്കൊരു യഥാർത്ഥ പെട്ടിയിലേക്ക് മാറ്റാൻ ആവശ്യമായ വളർച്ച എത്തിയിട്ടുണ്ടോ എന്നറിയാൻ 4 കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടിലുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് മാറ്റിയാൽ മതി. മാറ്റാനായിട്ട് സെറ്റപ്പ് റെഡിയാക്കിയാൽ മതി. ഇല്ലെങ്കിൽ മാറ്റാറായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിൽ ഈ കൂട്ടിലേക്കുള്ള പോക്കുവരവ് ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. ഒരു മിനിറ്റിൽ ഒരു 10ൽ കൂടുതൽ ഈച്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ല ഒരു കൂടാണെന്ന് പറയാം. അതായത് ഈ മൈക്രോയിൽ ഒരു മിനിറ്റിൽ 10ൽ കൂടുതൽ ഈച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. 5 ഈച്ച ഇങ്ങോട്ടും 5 ഈച്ച അങ്ങോട്ടും ഒരു മിനിറ്റിലാണ് ഞാൻ പറയുന്നത്. അതേസമയം ഒരു വലിയ കൂട്ടിൽ നമ്മൾ ഒരു മിനിറ്റിൽ 10 എന്ന് പറഞ്ഞാൽ ആ കൂട് നശിച്ചു എന്നാണ് അർത്ഥം. അതിൽ 50ഉം 60ഉം ഈച്ചകളൊക്കെ ചില സമയത്തൊക്കെ വലിയ കൂടൊക്കെ ആണെങ്കിൽ സീസണിലൊക്കെ തുരുതുരാ ഈച്ചകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു മൈക്രോ കോളനിയിൽ ഒരു മിനിറ്റിൽ നമുക്കൊരു 10 ഈച്ചകളുടെ പോക്കുവരവ് ഉണ്ടെങ്കിൽ നമുക്കതിൽ അത്യാവശ്യം ഈച്ചയുണ്ട്, അതായത് മൈക്രോയുടെ ലെവലിലേക്കുള്ള ഈച്ചയുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിലേ നമ്മളിത് തുറക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, എൻട്രൻസിലെ കാവൽക്കാർ 5ലധികം വേണം. നമ്മൾ കൂടൊന്ന് നിരീക്ഷിച്ച് നോക്കുക. അതിൽ എൻട്രൻസിൽ ഒരു 5 ഈച്ചകളെങ്കിലും കാവൽക്കാരായിട്ട് ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. ഈ കൂട്ടിലെ 10ലധികം ഈച്ചകൾ ഇരിപ്പുണ്ട്. അപ്പോൾ 5ൽ കുറവ് ഈച്ചകളാണെങ്കിൽ അത് നമ്മൾ തുറക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ആ കൂട്ടിൽ അത്രയ്ക്ക് ഈച്ചകളുടെ എണ്ണം വളരെ കുറവാണ്. അത് നമ്മളൊരു വലിയ കൂട്ടിലേക്ക് മാറ്റിയാൽ അവർക്ക് ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ എൻട്രൻസിലെ ഈച്ചകളുടെ ഒരു നിർണായക ഘടകമാണ്. അതും ഓക്കെ ആണ് എങ്കിൽ അടുത്ത പോയിന്റ് നോക്കാം. എൻട്രൻസിന്റെ നീളം 1 ഇഞ്ചെങ്കിലും വേണം. അതായത് എൻട്രൻസ് നമ്മൾ ആ പെട്ടിയോട് ചേർന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ തോട് തുറക്കാനേ പോകണ്ട. എൻട്രൻസിന്റെ നീളം ഒരു 1 ഇഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടിൽ ധാരാളം ഈച്ചകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഈ സെറ്റ് പിരിയാൻ ആവശ്യമായിട്ട് ഈച്ചകൾക്ക് ഒരു വളർച്ച കുറേശ്ശെ ഇങ്ങനെ കൈവരും. ആ വളർച്ച കൈവരുന്നതിനനുസരിച്ചാണ് ഇവർ ഈ ഇതിന്റെ മൂക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഈച്ചകൾ ധാരാളം ഉണ്ട്. സെറ്റ് പിരിയാൻ റെഡി ആകുമ്പോഴത്തേക്ക് ഇതിന്റെ നീളം ഒരു 2 ഇഞ്ചൊക്കെ വരും. എൻ്റെ ചില പെട്ടിയിൽ 4 ഇഞ്ച് നീളമുള്ള ഈ കൊമ്പുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് നീളമെങ്കിലും ഇല്ലെങ്കിൽ അവയ്ക്ക് സെറ്റ് പിരിയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ ശോഷിച്ച കോളനിയാണ്. ആയിട്ടുള്ള ഒരു കോളനിയെ നമ്മൾ വലിയൊരു കോളിക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതും വിജയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഒരു പോയിന്റും ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കാം. കൂട് മാറ്റലിന് ശേഷം 2 മാസം തെളിഞ്ഞ കാലാവസ്ഥ കിട്ടണം. അതായത് നമ്മൾ ഈ മൈക്രോയെ ഒരു പുതിയ കോളനിയിലേക്ക് മാറ്റി പിറ്റേ ദിവസം മുതൽ ജൂൺ മാസം തുടങ്ങുകയാണെങ്കിൽ ആ കൂട് നശിച്ചു പോകാൻ വേറെ ഒന്നും വേണ്ട. ആ കൂട് നശിച്ചു പോയി, ഉറപ്പാണത്. അപ്പൊ നമുക്ക് കൂട് മാറ്റലിന് ശേഷം ഒരു 2 മാസം തെളിഞ്ഞ കാലാവസ്ഥ കിട്ടണം. ചെറുതേനീച്ച അവരൊരു പുതിയ കൂട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തറയും ചുറ്റുപാടും ആദ്യം അവർ മെഴുകൊണ്ട് പൂശും. അങ്ങനെ പൂശി ഒരു സെറ്റപ്പ് ആ തറയിടൽ കഴിഞ്ഞാൽ മാത്രമേ അവർക്കതിൽ ചെറിയ പില്ലർ കെട്ടി മുട്ടയിടാൻ പറ്റുള്ളൂ. അവർക്കതിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അവരുടെ ചൂടും ആ താപനിലയും ക്രമീകരിക്കാൻ ഒരു വാക്സ് കോട്ടിംഗ് അവർക്ക് അത്യാവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ആ കോട്ടിംഗ് നടത്താൻ ആവശ്യമായ മെഴുക് അവർക്ക് ശേഖരിക്കണം. അതിന് നമുക്ക് ഒരു 1.5 മാസമെങ്കിലും അവർക്ക് കൊടുക്കണം. മെഴുകെന്ന് പറയുന്നത് പല ചെടികളിൽ നിന്നുള്ള മെഴുകുണ്ട്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് അത് പറയാം. അതേപോലെ തന്നെ ഈ പുതിയ കൂട് അവർ മെഴുകൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിലുള്ള മുട്ടകൾ വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ മുട്ടകൾക്ക് ആവശ്യമായ പുഴുക്കൾക്ക് ആവശ്യമായ ഭക്ഷണം വേണം, പൂമ്പൊടി വേണം. 2 മാസത്തേക്ക് മാത്രമുള്ള പൂമ്പൊടി അല്ല, അടുത്ത ആ മഴക്കാലം വരുമ്പോഴത്തേക്കുള്ള പൂമ്പൊടിയും കൂടി ശേഖരിക്കാനുള്ള ഒരു സമയം അവർക്ക് കൊടുക്കണം. കാരണം ഇപ്പം ഈച്ചകൾ വളരെ കുറവാണ്. മഴക്കാലത്ത് പുറത്തേക്ക് പോകുന്ന ഈച്ചയിൽ ഒരു 1/3 ഭാഗം എന്തായാലും മഴയത്തൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഈ കോളനി വീണ്ടും നശിച്ചു പോകും. അപ്പോൾ അവരെ കഴിയുന്നത് മഴക്കാലത്തേക്ക് പുറത്തേക്ക് വിടാതെ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവരുടെ കൂട്ടിലുണ്ടെങ്കിൽ അവർ മഴക്കാലത്ത് അധികം പുറത്തേക്ക് പോകാതിരിക്കും. അപ്പം മഴക്കാലത്തേക്കും വേണ്ട പൂമ്പൊടിയും തേനും ശേഖരിക്കാനുള്ള സമയവും പെട്ടി ലെവലാക്കാനുള്ള, പെട്ടി പെയിന്റ് അടിക്കാനുള്ള മെഴുക്, പശ, കറകൾ, മരക്കറകൾ ശേഖരിക്കാനുള്ള സമയം അവർക്ക് കൊടുക്കണം. അതിനൊരു 2 മാസം തെളിഞ്ഞ കാലാവസ്ഥ കിട്ടുകയാണെങ്കിൽ അവരത് ചെയ്തോളും. ഈ 4 കാര്യങ്ങൾ റെഡി ആയാൽ മാത്രമേ നമ്മൾ മൈക്രോ കൂട് ഒരു പുതിയ കോളനിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഇനി നമ്മൾ കൂട് മാറ്റുന്നത്, അതായത് ഈ മൈക്രോ പൊളിച്ച് നമ്മൾ മറ്റൊരു തടിപ്പെട്ടിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത്
ഒരു ഈച്ചയെ പോലും കൊല്ലരുതെന്നാണ്. നമ്മൾ ആ ഈച്ചയെ കൊല്ലുകയല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ അബദ്ധത്തിൽ നമ്മൾ കൊല്ലാൻ പാടില്ല. ഇപ്പം നമ്മളൊരു ചിരട്ടക്കൂട് ഇങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും കുപ്പിയിലൊക്കെ വലിയ ഈച്ചയെ കയറ്റി എന്നൊക്കെയാണെങ്കിൽ പോലും ഇതിനുള്ളിൽ പറക്കാൻ പറ്റാത്ത വിരിഞ്ഞു വന്ന കുഞ്ഞീച്ചകളുണ്ട്. ഇതുകൊണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞ് ലൈറ്റ് വന്നതോടുകൂടി ഈ കുഞ്ഞീച്ചകൾ മൊത്തം പുറത്തേക്ക് കൊണ്ട് ചാടും. നമ്മൾ എത്ര പേർക്ക് ഇട്ടാലും ഇവർ പിന്നെയും പിന്നെയും ചാടിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ തലയിലൊക്കെ ഈ കൂട് പൊളിച്ചു എന്ന് കണ്ട ഇവരെ അപകട സന്ദേശത്തോടു കൂടി ഇവരെല്ലാ ഈച്ചകളും അവരുടെ കാലിൽ ഒരല്പം മെഴുകുമായിട്ട് വന്ന് നമ്മുടെ മേത്തും ഒക്കെ വന്ന് പറ്റിയിരിക്കും. എൻ്റെ കയ്യിലൊക്കെയാണെങ്കിൽ നിറയെ രോമമാണ്. ഈ രോമത്തിൽ വന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിൽ ഈ ഈച്ചയുടെ മെഴുകിൻ്റെ ഒരു അംശമുണ്ട്. നമ്മൾ എത്ര ശ്രദ്ധിച്ചെടുത്താലും ആ മെഴുക് രോമത്തിൽ ഒട്ടിയിട്ട് ആ ഈച്ച ചത്തുപോകും. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു ഈച്ചയെ പോലും കൊല്ലാതെ നോക്കണം. ഇനി പെട്ടെന്ന് ചെയ്തു തീർക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡു ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. എത്ര വേഗം ചെയ്തു തീർക്കാൻ പറ്റുമോ അത്രയും വേഗം ചെയ്തു തീർക്കണം. അപ്പം നമുക്ക് ഈച്ചകൾ ചാകുന്നത് കുറയ്ക്കാൻ പറ്റും. നമുക്ക് വേണ്ട സാമഗ്രികളെല്ലാം അടുത്ത് ഒരുക്കി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇപ്പം എനിക്ക് അന്നൊരു അബദ്ധം പറ്റി. നമ്മൾ ചിരട്ടക്കൂട് തുറന്നപ്പോഴാണ് ഈ ചിരട്ട പറ്റില്ല, വേറെ ചിരട്ട വേണം. അപ്പം ഞാനിത് അന്വേഷിച്ച് വീടിന് ചുറ്റും ഓടി നടക്കുകയാണ്. ഞങ്ങളിവിടെ താമസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചിരട്ടയും കിട്ടാൻ വഴിയില്ല. അവസാനം പിന്നെ റബ്ബറിന് വേണ്ടി വാങ്ങി വെച്ചിരുന്ന് ചിരട്ട എടുത്ത് വെക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ കൂട് തുറന്ന് വെച്ചിട്ട് കത്തി അന്വേഷിക്കാനും ഈർക്കിലി അന്വേഷിക്കാനും ടേപ്പ് ഒട്ടിക്കാനുള്ള ടേപ്പ് അന്വേഷിക്കാനും പോയി കഴിഞ്ഞാൽ അത് ഈച്ചകളുടെ എണ്ണം വളരെ കുറയ്ക്കും. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. ഇനി മൈക്രോയിലുള്ള മുട്ട മുഴുവനും പുതിയ പെട്ടിക്ക് നൽകണം. ചില വിദ്വാന്മാർ മൈക്രോ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ നോക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പൊട്ടത്തരമാണ്. അതുമില്ല ഇതുമില്ല എന്നായി മാറും. അപ്പോൾ മൈക്രോയിലുള്ള മുട്ട മുഴുവനും പുതിയ പെട്ടിക്ക് കൊടുക്കുക. മൈക്രോയിലുള്ള ഈച്ചേനെ മുഴുവനും പുതിയ പെട്ടിക്ക് കൊടുക്കണം. അതുപോലെ ഈ എൻട്രൻസ് നമ്മൾ ഈ മൈക്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എൻട്രൻസ് ഒരല്പം മെഴുക് വയ്ക്കണം. ഇവർക്ക് ഈ എൻട്രൻസ് പെട്ടെന്ന് തിരിച്ചറിയാനും അവിടേക്ക് വരാനും ഒക്കെയാണ്. അപ്പോൾ ഈ മെഴുകിൻ്റെ കറുപ്പ് കാണുമ്പോൾ ഈച്ച വേഗം അവിടേക്ക് വന്ന് പൊതിഞ്ഞ് അങ്ങനെ ആ എൻട്രൻസ് ഉള്ളിൽ കൂടെ അവർ കയറിപ്പോയിക്കോളും. അപ്പോൾ അങ്ങനെ ഈ എൻട്രൻസിൽ വെക്കുന്ന മെഴുക് പലപ്പോഴും നമ്മൾ ഈ മൈക്രോ കൂടൊക്കെ തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ എൻട്രൻസിൽ വെച്ചിരിക്കുന്ന സാധനം ഒട്ടിക്കാനായിട്ട് മെഴുക് കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മൈക്രോ പൊളിക്കുമ്പോൾ ആ എൻട്രൻസിൻ്റെ ആ 1 ഇഞ്ച് നീളമുള്ള സാധനം ആദ്യം തന്നെ ഒടിച്ച് കേടുവരാതെ ഒടിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം പുതിയ കൂട് സെറ്റ് ചെയ്തതിന് ശേഷം ആ പുതിയ കൂടിൻ്റെ എൻട്രൻസിൽ യഥാർത്ഥ പശ ഒന്ന് തേച്ചതിന് ശേഷം അതിലേക്ക് മെല്ലെ ഇത് ഒട്ടിച്ച് വെക്കണം. ഇത് വളരെ കനം കുറഞ്ഞ സാധനമാണ്. നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു പോകും. ഇതിലും ഈ എൻട്രൻസിൽ മെഴുകൊന്നുമില്ല. അവരത് ഈ തെങ്ങിൻ്റെ കൂമ്പിലുള്ള പൊടികളോ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ്. അവർക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. വലിയ ബലമുള്ള സാധനമല്ല. മിക്കവാറും ഇത് ഉണങ്ങി വരണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തൊടുമ്പോൾ തന്നെ ഇത് ഒടിഞ്ഞു പോകും. ഇനിയിപ്പോൾ അത് ഒടിഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മൾ അല്പം കറുത്ത മെഴുക് എൻട്രൻസിൽ തേക്കണം. ഈ മെഴുക് നമ്മൾ ഒരിക്കലും തേനിൻ്റെ അംശമുള്ള മെഴുക് വെക്കാൻ പാടില്ല. തേനിൻ്റെ അംശമുള്ള മെഴുകാണ് എൻട്രൻസിൽ വെച്ചതെങ്കിൽ 100% ആ കോളനി നശിച്ചു പോകും. പ്രത്യേകിച്ച് ഇതുപോലെ കാട്ടുപ്രദേശമൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ടൗണിലാണെങ്കിൽ പ്രശ്നമില്ല. ഒരു പ്രത്യേകതരം ഈച്ച വന്നതിൽ മുട്ടയിട്ട് ആ ഈച്ച ആ പുഴുവിനെ നശിപ്പിക്കും. അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുള്ളത് കൊണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ തേനിൽ നിന്ന് എടുക്കുന്ന മെഴുക് തന്നെയാണെങ്കിലും അത് വെള്ളത്തിലൊന്ന് കഴുകി അതിൻ്റെ തേനിൻ്റെ അംശം കയ്യിലിട്ട് ഉരുട്ടി കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ എൻട്രൻസിൽ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യവും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഉറുമ്പ് ശല്യം ഒരിക്കലും വരാൻ പാടില്ല. കാരണം ഉറുമ്പ് വന്നാൽ ഒരു ഈച്ചയെ കൊണ്ടുപോയാൽ ഒരു ഈച്ച പോയി. ചിരട്ടക്കൂടാണെങ്കിൽ എന്ത് കൂടാണെങ്കിലും നമ്മൾ തുറക്കുമ്പോൾ അതിലുള്ള ഒരു നല്ല ശതമാനം ഈച്ചകൾ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഒട്ടി പുറത്ത് ചാടിയൊക്കെ ചത്തുപോകും. അപ്പോൾ ഒരു ഈച്ച പോലും കൊല്ലാതെ, ഒരു ഈച്ചയെ പോലും ഉറുമ്പ് പിടിക്കാതെ നമ്മൾ 2 ദിവസത്തേക്ക് അത് ശ്രദ്ധിക്കണം. 2 ദിവസം ആകുമ്പോഴത്തേക്ക് 1 ദിവസം കൊണ്ട് തന്നെ അവർ എൻട്രൻസ് അവരുടേതായ രീതിയിൽ സെറ്റപ്പ് ആക്കിക്കോളും. എന്നാലും നമ്മളൊരു 2 ദിവസത്തേക്ക് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ചിലർ ഈ ചിരട്ടക്കൂടൊക്കെ തുറന്നിട്ട് ഈ പുതിയ കൂട്ടിലേക്ക് അതിങ്ങനെ കമഴ്ത്തി പിടിച്ചിട്ട് കൊട്ടുമൊക്കെ ചെയ്യും. ഈ കുഞ്ഞുങ്ങൾ പറക്കാൻ പറ്റാത്തവർ അതിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊട്ടുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ പൊട്ടിയ പൂമ്പൊടി സെല്ലുകളും തേനിൻ്റെ സെല്ലുകളും അതിലേക്ക് ഒറ്റി വീഴുകയും പൂമ്പൊടി ഒറ്റി വീഴുകയും ചെയ്യും. ഈ തേനിൻ്റെ മണമൊക്കെ കേട്ട ഉറുമ്പ് 1/2 കിലോമീറ്റർ ദൂരത്തുനിന്ന് പോലും ഉറുമ്പ് വരും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാട്ടുപ്രദേശത്തൊക്കെ അങ്ങനെ നമ്മൾ കൊട്ടാൻ പാടില്ല. അങ്ങനെ കൊട്ടുമ്പോൾ നമ്മളെ ചിരട്ടയിലുള്ള വേസ്റ്റോ ഒക്കെ അങ്ങനെ പൊടികളായിട്ട് അതിൽ വീഴാൻ നമ്മൾ അനുവദിക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ ഒറ്റി വീഴുന്ന തേനൊന്നും അവർക്ക് ആവശ്യമില്ലാതെ അവർക്ക് ശല്യമായിട്ട് മാറും. അതിലൊരു ഈച്ച വന്ന് വീണ് കഴിഞ്ഞാൽ ആ ഈച്ച ചത്തുപോകും. അതുപോലെ പൊട്ടി വീണ പൂമ്പൊടിയൊന്നും അവർ കഴിക്കുകയില്ല. അതൊക്കെ അവിടെ കിടന്ന് പൂത്ത് ആ കൂട് കേടുവരാനേ ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും മുകളിൽ പിടിച്ച് കൊട്ടാൻ പാടില്ല.
നമുക്ക് പുതിയ ഒരു കൂട്ടിലേക്ക് തേനീച്ചയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അവരാഗ്രഹിക്കുന്ന എന്താണെന്ന് നോക്കാം. പുതിയ കൂട്ടിൽ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മെഴുകാണ്. നമ്മൾ ഏതൊരു പുതിയ കൂട് നോക്കിയാലും അതിനുള്ളിൽ ആ തറയും 4 വശവും 6 വശവും എത്ര വശം ഉണ്ടെങ്കിൽ അത്രയും വശം അവർ മെഴുകൊണ്ട് ഒരു കോട്ടിങ് കൊടുക്കും. ഈ കോട്ടിങ്ങിലാണ് അവർ ചെറിയ പില്ലർ പണിതിട്ട് അതിലാണ് അവർ മുട്ടയിടുന്നത്. അതോടൊപ്പം ഈ കോട്ടിങ് അവരുടെ ആ ഒരു വായു ശുദ്ധീകരണത്തിനും, ഈ ഈച്ചകൾ ആയിരക്കണക്കിന് ഈച്ചകളുണ്ടെങ്കിലും അതിലെ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞിട്ട് ഈച്ചകളൊന്നും ചത്തുപോകാറില്ല. അപ്പോൾ ഈ വായു ശുദ്ധീകരണത്തിനും അതേപോലെ തന്നെ അതിനുള്ളിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു വാക്സ് കോട്ടിങ് അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് ധാരാളം മെഴുക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നല്ല ചിലർ കാണാം കഴിഞ്ഞ വർഷത്തെ മെഴുകൊക്കെ ഈച്ച ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് പുതിയ കൂട്ടിലേക്കൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പഴയ മെഴുകൊന്നും ഈച്ചയ്ക്ക് ആവശ്യമില്ല, അത് വേസ്റ്റാണ്. 6 മാസത്തിൽ കൂടിയാൽ തന്നെ ആ മെഴുകിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് അതൊരു കല്ല് പോലെ ആയിപ്പോവും. തേനറ ഉണ്ടാക്കിയിരിക്കുന്നത് മെഴുക് കൊണ്ടാണെങ്കിലും ആ മെഴുകല്ല അവർ ഈ തറ നിരപ്പാക്കാൻ ഉപയോഗിക്കുന്നത്. തേനറ ഉണ്ടാക്കാൻ അവർ ഉപയോഗിക്കുന്ന മെഴുക് നല്ല ക്വാളിറ്റി ഉള്ള മെഴുകാണ്. അതേസമയം അല്പം കൂടി ബലമുള്ള മെഴുകാണ്, പെട്ടെന്ന് പൊട്ടാത്ത ബലമുള്ള മെഴുകാണ്. അതേസമയം ഇവർ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പ് മെഴുകാണ്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഇവർ പില്ലർ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ മുട്ടകൾ ഇടുന്നത്. ആ പില്ലറാണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം മെഴുകാണ്. നമ്മളത് കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുകയില്ല. അതേസമയം നമ്മൾ ഈ പെട്ടി തുറക്കുന്ന സമയത്ത് പെട്ടിയുടെ അടപ്പുണ്ട് പൊക്കുമ്പോൾ നൂല് പോലെ വരുന്ന ഒരു മെഴുകുണ്ട്. അത് നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടി ഇങ്ങനെ വരും, ചക്കപ്പശ ഒട്ടുന്നത് പോലെ ഇങ്ങനെ നൂല് പോലെ വരും. പലതരം മെഴുകുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അത് അവരുടെ തിരിച്ചറിവ് കൊണ്ടാണെന്ന് എനിക്കതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്ന് വിചാരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷത്തെ മെഴുക് അതിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് അതിനുള്ളിലെ ഒരു ചീത്ത ഗന്ധം ഉണ്ടാക്കാനും അവർക്കത് ഇറിറ്റേഷൻ ആയിട്ടായിരിക്കും. ഇപ്പം ഛർദ്ദിച്ച് കിടക്കുന്ന ഒരാൾക്ക് ചിക്കൻ ബിരിയാണി കൊണ്ടുപോയി വെച്ചിട്ട് കഴിച്ചോളൂ എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അത് കാണുമ്പോൾ അവർക്കൊന്നുകൂടി ഛർദ്ദിക്കാൻ വരികയാണ് ചെയ്യുക. ഇതേപോലെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ പുതിയ കൂട്ടിൽ ഇവർക്ക് വേണ്ടത് ധാരാളമായിട്ട് വേണ്ടത് മെഴുകാണ്. ഇപ്പോൾ എൻ്റെ ഈ പറമ്പിൽ കായ്ക്കാത്ത 1-2 മാവുകളുണ്ട്. ഞാൻ പലപ്പോഴും അതിലോരോ വെട്ടി വയ്ക്കും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കറ അവർ ധാരാളമായി വന്ന് ശേഖരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എല്ലാ സീസണിലും അവർ ആ കറ വന്ന് എടുത്തിട്ട് പോകുന്നതാണ്. അപ്പോൾ അവർക്ക് കറ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അതുപോലെ ഈ കറ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മാവിൻ്റെ തളിരിലയിലും അവർ വന്ന് കറ എടുക്കുന്നുണ്ട്. മാവിൻ്റെ തളിരില തന്നെ നമ്മളൊന്നിങ്ങനെ ഞെക്കി മെല്ലെ ഒന്ന് തലോടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ കാണാം. അതുപോലെ മാവിൻ്റെ തടിയിൽ നിന്ന് വരുന്ന കറകൾ. ഇതുപോലെ വേറെ എന്താണ് വട്ട എന്ന് പറയുന്ന മരം. ഈ വട്ട പൂക്കുന്ന സമയത്ത് അതിൻ്റെ ആ പൂവിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കും. അതിൽ ധാരാളം ചെറുതേനീച്ചകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ പശ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ റബ്ബറിൻ്റെ വെട്ടുപട്ടയിൽ പോയി വന്ന് തേനീച്ചകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബർ പശ എടുക്കാനാണോ എന്താണെന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് നമ്മുടെ പറമ്പിൽ ഒരു കുറച്ചൊക്കെ നിർത്തുകയാണെങ്കിൽ അവരത് എടുത്തോളും. അതുപോലെ വാഴയുടെ പൂവ്, വാഴക്കുടപ്പൻ എന്നൊക്കെ പറയും, അതിൻ്റെ ആ പൂവിലും ധാരാളം ചെറിയ പശകളുടെ അംശങ്ങളുണ്ട്. ഇതൊക്കെ ഈ തേനീച്ചകൾ വന്ന് കൊണ്ടുപോയിക്കോളും. പശകൾ കിട്ടാനുള്ള ഒരു സാഹചര്യം നമ്മളുടെ പറമ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു മൈക്രോ കോളനി ഉണ്ടെങ്കിൽ അതിനെ ഒരു പുതിയ തടിപ്പെട്ടിയിലേക്ക് മാറ്റി നല്ലൊരു കോളനിയാക്കി അതിനെ എടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മൈക്രോ കോളനി മാറ്റരുത്. മാറ്റിയാൽ ആ കൂട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. എനിക്ക് ഒത്തിരി കൂടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ.